ലിംഗം എന്നാൽ പുരുഷ പ്രതിപാദന അവയവമാണെന്നും ശിവലിംഗം പ്രകൃതിയിലെ ഉൽപാദന ശക്തിയുടെ പ്രതീകമായ ഫാലസ് ആണെന്നും പലരും വിശ്വസിക്കുന്നു. എന്നാൽ ഇത് പല ഹിന്ദുക്കളും അവരുടെ അജ്ഞത കൊണ്ടും സംസ്കൃതം മനസ്സിലാക്കാത്തതുകൊണ്ടും തെറ്റായ അനുമാനമാണ്. എൻഫാക്ട് സിസ്ന എന്നത് ആൺ ഫാലസിന്റെ ശരിയായ സംസ്കൃത പദമാണ്, ലിംഗമല്ല. നിരവധി വർഷങ്ങളായി അജ്ഞതയും തെറ്റായ വ്യാഖ്യാനങ്ങളും ലിംഗം എന്നാൽ ഫാളസ് ആണെന്ന് പലരും വിശ്വസിച്ചു. സംസ്കൃതത്തിൽ ലിംഗം എന്നാൽ ഒരു അടയാളം അല്ലെങ്കിൽ ഒരു ചിഹ്നം എന്നാണ് അർത്ഥമാക്കുന്നത്. അത് ഒരു അനുമാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അങ്ങനെ രൂപരഹിതനായ സർവശക്തനായ ഭഗവാനെ ഓർമ്മിപ്പിക്കുന്ന ഒരു അടയാളമാണ് ശിവലിംഗം. സൗരയൂഥത്തിന്റെയും താരാപഥത്തിന്റെയും ആകൃതിയെ പ്രതിനിധീകരിക്കുന്ന ഓവൽ, മുട്ടയുടെ ആകൃതിയിലുള്ള സാളഗ്രാമങ്ങളാണ് യഥാർത്ഥ ശിവലിംഗങ്ങൾ. അനേകം ക്ഷേത്രങ്ങളിലുടനീളമുള്ള ഒരു പർവ്വതത്തിൽ പീഠം അല്ലെങ്കിൽ പാനപട്ടം ലംബമായി സ്ഥാപിച്ചതിനുശേഷം അവ ഇപ്പോഴും ശിവലിംഗങ്ങളായി ആരാധിക്കപ്പെടുന്നു. ഈ ലിംഗം ഒരു മുട്ടയുടെ ആകൃതിയിലാണ്. അത് ബ്രഹ്മാണ്ഡ അല്ലെങ്കിൽ കോസ്മിക മുട്ടയെ പ്രതിനിധീകരിക്കുന്നു. പ്രകൃതിയുടെ സ്ത്രീ പുരുഷ ശക്തികളായ പ്രകൃതിയുടെയും പുരുഷത്തിന്റെയും സംയോജനത്തിലൂടെയാണ് സൃഷ്ടി സംഭവിക്കുന്നതെന്ന് ലിംഗ സൂചിപ്പിക്കുന്നു. ലിംഗപുരാണം പറയുന്നതനുസരിച്ച് ലിംഗത്തിന് മണം, നിറം, രുചി മുതലായവയില്ല. അതിൽ പ്രകൃതി എന്ന് വിളിക്കപ്പെടുന്നു.